ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അവർ ഡേ ലൈഫ് ലെസൺ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം കുഞ്ഞിപ്പെണ്ണിൻ്റെ 9th മന്ത് വാക്സിനേഷൻ എടുക്കുന്ന ദിവസമാണ്. രാവിലെ തന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഫ്രഷായിട്ട് വണ്ടിയിൽ കയറി. അപ്പോൾ ടാറ്റയൊക്കെ തന്ന് വിടുന്നുണ്ട് കേട്ടോ കുഞ്ഞിപ്പെണ്ണിനെ അറിയില്ലല്ലോ കുഞ്ഞിപ്പെണ്ണ് കുത്തിവയ്ക്കാൻ കൊണ്ടുപോകുന്നതാണെന്ന്. ഇപ്പോൾ 9 മന്ത് ഓൾമോസ്റ്റ് കഴിഞ്ഞ് 10th മന്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുഞ്ഞൂസിന് ഞങ്ങൾ വാക്സിനേഷൻ എടുക്കാൻ അനുമതി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് പോയത്. അപ്പോൾ അങ്ങനെ 2 പ്രാവശ്യം പോയി. 2 പ്രാവശ്യം അത് തിരിച്ചുവിടുക. 3ാമത്തെ പ്രാവശ്യമാണ് സമയമായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് വന്നത്. അപ്പോൾ ഈ തവണ ഞങ്ങൾക്ക് ആ മിസ്റ്റേക്ക് പറ്റിയില്ല. ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെയാണ് പോകുന്നത്. ഇവിടെ ഞാൻ ആലുവയിലാണിപ്പോൾ. ഇപ്പോൾ എടത്തല ഹെൽത്ത് സെൻറ്ററിലേക്കാണ് ഞങ്ങൾ വാക്സിനേഷൻ എടുക്കാൻ പോകുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് എടത്തല ഹെൽത്ത് സെൻറ്റർ. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി. ഒരു 2 to 3 minutes വണ്ടിയിലിരുന്നാൽ മതി. വഴി കുറച്ച് പോക്കറ്റ് റോഡാണ്, കുഞ്ഞു വഴിയാണ്, ഇച്ചിരി മോശം വഴിയാണ്. അതുകൊണ്ട് പയ്യെ പോകുന്നത്. കുഞ്ഞൂസ് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നുണ്ട്, എൻ്റെ സീറ്റിലിരിക്കുന്നുണ്ട്. ഞാൻ ബാക്കിൽ കുഞ്ഞു പെണ്ണിനെ പിടിച്ച് ബാക്കിലിരിക്കുന്നുണ്ട്. രാവിലെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഫ്രഷായിട്ടാണ് ഇറങ്ങിയത്. ഹെൽത്ത് സെൻറ്റർ എത്തി. ഇവിടെ അത്യാവശ്യം അപ്പുറത്ത് കുറച്ച് പേരൊക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി അങ്ങനെ ഉണ്ടോ ദിവസമല്ലേ ഇന്ന് ഹോളിഡേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് 12 മണി വരെ ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് തന്നെ പോയി എടുക്കണം. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എത്ര മണി. സാധാരണ 1 മണിക്കാണ് ക്ലോസ് ചെയ്യാറ്. ഞങ്ങൾ എന്തായാലും 11 മണിയായപ്പോൾ ഇറങ്ങി. ഞങ്ങൾ ചെന്നൈക്ക് അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് പേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. വണ്ടികളൊക്കെ പുറത്ത് ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. കുറച്ച് പേരവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വേറൊരു ചേച്ചി വന്നിട്ട് ചോദിക്കുന്നത് എത്ര മണി വരെ ടൈം ഉണ്ടെന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് 12 മണി ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും എടുത്തിട്ട് വിടുള്ളൂ അവർ പറഞ്ഞു. അത് കുറേ പേരൊക്കെ എടുത്ത് കഴിഞ്ഞവരായിരുന്നു. അവരെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ചെക്ക് ചെയ്യുന്നുണ്ടാവും. നമുക്ക് നമ്മുടെ കോവിഡ് ടൈമിൽ വാക്സിനേഷൻ എടുത്ത നമ്പറും ഇതൊക്കെയായിട്ട് ലിങ്ക് ചെയ്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് പിള്ളേരുടെ ഹെൽത്തിലെ കാർഡൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വിടുള്ളൂ. ഇതാണ് ഇഞ്ചക്ഷൻ റൂം. ഇഞ്ചക്ഷൻ റൂമിൽ ഞാൻ 2 സിസ്റ്റേഴ്സ് നിൽക്കുന്നുണ്ട്, 2-3 പേര് നിൽക്കുന്നുണ്ട്. പിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ട്, ആശാ വർക്കേഴ്സ് അവരൊക്കെ ഉണ്ട്. ഇപ്പം ഇവിടെ അധികം മുസ്ലിംസാണ് ഇവിടെ അധികം ഈ ഏരിയയിൽ താമസിക്കുന്നത്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് ആദ്യം അവർ ഓറൽ ഡ്രോപ്സാണ് കൊടുത്തത്. ഓറൽ ഡ്രോപ്സ് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആൾ കൊടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ കരഞ്ഞു തുടങ്ങി. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എല്ലാം അറിയാവുന്ന പോലെയുള്ള കൊച്ചു കരയുന്നതെന്ന്. അങ്ങനെ 2 കൈയിലും 1 കാലിലുമാണ് ഇഞ്ചക്ഷൻ എടുത്തത്. ഒരു കരച്ചിലും ബഹളമൊക്കെ കഴിഞ്ഞത് ഇയാളിപ്പോൾ കൂളായിട്ട് ഇരിപ്പുണ്ട്. പെട്ടെന്ന് തന്നെ അവൾ കരച്ചിൽ നിർത്തി. അധികം നേരം കരഞ്ഞൊന്നുമില്ല, വേഗം കരച്ചിൽ നിർത്തി. പിന്നെ ഞങ്ങൾക്ക് അവിടെ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്ത് 1 അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. 1 അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഓൾമോസ്റ്റ് ഇന്ന് പോകാനുള്ള സമയമൊക്കെ കഴിഞ്ഞായിരുന്നു. ഒരുപാട് വൈകിയിരുന്നു. അപ്പോൾ 12:30 സമയം. അപ്പം ഞങ്ങളങ്ങനെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചിറങ്ങി. പോകുന്ന വഴിക്ക് ചേട്ടൻ ചോദിച്ചു ചായ കുടിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ചായ കുടിക്കാമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഗിൽജീസ് എന്ന് പറഞ്ഞിട്ട് അതേ ഒരു ചെറിയൊരു തട്ടുകടയാണ് അത്. ഞങ്ങൾ ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഇവിടെ ഭയങ്കര തിരക്കാണ്, വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ പരിപാടി വേണ്ടെന്ന് വെച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.